ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്ലസിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ വിഷയമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മഴക്കാലം ആരംഭിക്കുന്നതോടെ ചില പ്രശ്നങ്ങളും ഉടലെടുത്തു തുടങ്ങുന്നു. അത്തരം ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വന്ന ഒരു ന്യൂസാണിത്. മഴക്കാലത്ത് ഇഴജന്തുക്കളും പാമ്പുകളും നമ്മളെ വളരെയധികം ശല്യപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ പഴുതാര, തേള്, ഒച്ച് എന്നിവയുടെ ശല്യങ്ങളാലും നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ ഒന്നാണ് പായൽ, കളകളുടെ ശല്യം. ഇവയ്ക്കൊക്കെ പരിഹാരമായിട്ട് ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ഒന്നമർത്തുക. മഴക്കാലമാകുന്നതോടെ പാമ്പുകളുടെ ശല്യം വളരെയധികം ഏറി വരുന്നു. വീടുകളിലും പരിസരങ്ങളിലും ഈ ഒരു പൗഡർ വിതറുന്നത് മൂലം പാമ്പുകൾ വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഓൺലൈനിൽ നമുക്ക് ഇത് ലഭ്യമാണ്. നമ്മുടെ വീട്ടിൽ കാണുന്ന ഒന്നാണ് മണ്ണെണ്ണ. വീടുകളിലും പരിസരങ്ങളിലും അല്പം മണ്ണെണ്ണ സ്പ്രേ ചെയ്യുന്നത് മൂലം പാമ്പുകൾ വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അടുക്കളയിൽ കിട്ടുന്ന ഒന്നാണ് കായം. കായം പൊടിച്ച് ആ പൊടി വീടുകളിലും പരിസരത്തിലും വിതറുന്നത് പാമ്പുകളുടെ ശല്യം ഒഴിവാക്കാൻ സാധിക്കും. വെളുത്തുള്ളി ചതയ്ക്കുകയോ അല്ലെങ്കിൽ പേസ്റ്റാക്കി അല്പം വീടിൻ്റെയും പരിസരത്തെയും വിതറുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പാമ്പുകളുടെ ശല്യവും അതുപോലെ ഇഴജന്തുക്കളുടെ ശല്യങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. മഴക്കാലമാകുന്നതോടെ ഈർപ്പം പിടിച്ച് ഒച്ചികളുടെ ശല്യം വളരെയധികം കണ്ടുവരുന്നു. ഒച്ചിൻ്റെ ശല്യം ഇല്ലാതാക്കാൻ അല്പം ഉപ്പ് അതിന് മേൽ വിതറുകയാണെങ്കിൽ ഒച്ച് ചത്തുപോകാൻ ഇടയാകും. മഴക്കാലമാകുന്നതോടെ നമ്മളെ അലട്ടുന്ന മറ്റൊന്നാണ് കളകളുടെ വളർച്ച. ഈർപ്പം പിടിച്ച ഈ കളകൾ നീക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. മഴയില്ലാത്ത ദിവസങ്ങളിൽ അല്പം ഉപ്പ് വിതറുകയാണെങ്കിൽ ഈ കളകൾ കരിഞ്ഞു പോവും. പിന്നീട് അവ പിഴുതു മാറ്റാൻ വളരെ എളുപ്പമായിരിക്കും. ഈ ഒരു മാർഗം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അതുപോലെ നമ്മൾ മഴക്കാലങ്ങളിൽ കണ്ടുവരുന്ന ഒന്നാണ് പായൽ അകറ്റാൻ വളരെ നല്ലൊരു മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ. പായലുള്ള ഭാഗങ്ങളിലും പായൽ പിടിക്കാൻ വഴുകൽ, തെന്നൽ എന്നീ സ്ഥലങ്ങളിലൊക്കെ അല്പം ബ്ലീച്ചിങ് പൗഡർ വിതറിയാൽ നല്ല മാറ്റം ഉണ്ടാകും. പായൽ ഒക്കെ കരിഞ്ഞു പോവുകയും അതുപോലെ തന്നെ വഴുവഴുപ്പലൊക്കെ മാറാനും ബ്ലീച്ചിങ് പൗഡർ നല്ല ഒന്നാണ്. ഇതിന് വളരെ തുച്ഛമായി നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. വീടും സമീപ പ്രദേശത്തും അതുപോലെ ദ്വാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ സിമൻറ്റ് വെച്ച് അടയ്ക്കുന്നത് ഇഴജന്തുക്കളിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അതുപോലെ കതകിൻ്റെ അടിയിലുള്ള ആ ഒരു പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതാണ് ഇത്. അല്പം ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ആ ഒരു വിടവ് ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇഴജന്തുക്കളുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. ഇഴജന്തുക്കളിൽ നിന്നും പാമ്പുകളുടെ ശല്യത്തിൽ നിന്നും വീടും പരിസരവും സംരക്ഷിക്കാൻ നമുക്കിന്ന് നാച്ചുറലായിട്ടുള്ള ചില സ്പ്രേകളും അവൈലബിൾ. ഇത്തരം സ്പ്രേകൾ ഓൺലൈനിൽ ഇന്ന് അവൈലബിളാണ്. സാധാരണക്കാരെ അപേക്ഷിച്ച് ഇത്തിരി വില കൂടുതലാണ്. 1249
ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.